പ്രൈസ് ദ ലോർഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവർ ഭയപ്പെട്ട മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ തങ്ങളെ ആ കല്ലറയ്ക്കൽ വന്ന 3 സ്ത്രീകളോട് സംസാരിക്കുകയാണ്. അവർ യേശുവിനെ കാണുവാൻ വന്നതാണ്. യേശുവിൻ്റെ ശരീരം എവിടെ വെച്ചു? അവർ യേശുവിനെ കാണാൻ വന്നപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല എന്നറിഞ്ഞ് ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ ദൂതന്മാർ അവരോട് പറയുകയാണ്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ! ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാൻ അതികാലത്തെ ഇരുട്ടുള്ളപ്പോൾ ഭയമെല്ലാം മാറ്റി അവൻ എത്രമാത്രം സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും ഈ മഗ്ദലക്കാരത്തി മറിയ ഉൾപ്പെടെയുള്ളവർ അവിടെ യേശു കർത്താവിനെ കാണുവാനായിട്ട് കടന്നു വന്നു. യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവർ കൂടെ ഉണ്ടായിരുന്നു. യേശു അനുഭവിച്ച വേദനകളെല്ലാം അവർ കണ്ടതാണ്. അങ്ങനെ അവർ തള്ളിക്കളഞ്ഞിട്ട് പോയില്ല. അവരുടെ പ്രാണനാഥനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ആ ഹല്ലേലൂയ സ്ത്രീകൾ അവരെ ആ യേശു കർത്താവിനെ കാണുവാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഉയർപ്പിൻ്റെ ദിനം ആഘോഷിക്കുന്ന ഇന്ന് കേവലം ഒരു ആചാരമായി ഈ ദിനം മാറ്റുവാൻ ഇടയാക്കാതെ വ്യക്തിപരമായി എൻ്റെ ക്രിസ്തു എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് മനസ്സിലാക്കി, അവൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വ്യക്തിപരമായ വിശ്വാസമാണ് ഈ ഉയർപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത്. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകം മുഴുവൻ പറയുമ്പോൾ അത് ഏറ്റുപറയുവാനല്ല. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ മറിയയെ പോലെ ദൈവത്തോട് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് വ്യക്തിപരമായി സ്നേഹമുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇരുട്ട് വകവയ്ക്കാതെ മറ്റൊന്നും വകവയ്ക്കാതെ ആ കല്ലറയ്ക്കൽ ഓടിച്ചെല്ലുവാൻ മറിയ കാണിച്ച ധൈര്യം അവളുടെ ഉള്ളിലുള്ള ദൈവസ്നേഹമായിരുന്നു, ദൈവത്തോടുള്ള ആ ബന്ധമായിരുന്നു, ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരുന്നു. എന്താ ഇത്ര സ്നേഹം? നമ്മുടെ പാപങ്ങൾ മോചിച്ചു കൊടുത്ത സ്നേഹം. ആ സ്നേഹം ഇന്ന് നമുക്കുണ്ടോ? അതോ കേവലം ഒരു ആചാരമാണോ? വർഷം തോറും ആചരിക്കുന്ന ഒരു ആചാരമായിട്ട് മാത്രം ഇത് മാറുകയാണോ? ഉയർപ്പിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കണമെങ്കിൽ ഈ വ്യക്തിപരമായ സ്നേഹം, ക്രിസ്തുവിനോടുള്ള വ്യക്തിപരമായ സ്നേഹം നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.